അരി ഓണാക്കിട്ട് എവിടെ പോയിക്കാണ്? പെട്ടെന്ന് വാ, അരി ഇതാ തിളക്കാണ്. ഓക്കേ, ഞാൻ വന്നു. ഞാനേ കുറച്ച് മല്ലിയില കിട്ടുമെന്ന് അപ്പുറത്ത് നോക്കാൻ പോയതാണ്, അവിടെ ഇല്ല. അപ്പോ നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാം. എന്ത് ഫുഡാണെന്ന്? റൈസ് ഒക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണം. പക്ഷേ കോളിഫ്ലവറിന്റെ മണടിച്ച്. അത് കോളിഫ്ലവർ അല്ല, അത് ബ്രക്കോളിയാണ്. അപ്പൊ ബ്രക്കോളിയും ചിക്കനും വെച്ച് നമുക്കൊരു റൈസ് ഉണ്ടാക്കല്ലേ. ഇതിന്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്. അരിത തിളയ്ക്കുന്നു. ഈ സാധനമൊക്കെ വെച്ച് കാറ്റടിച്ച്, ഇത് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് കാറ്റടിച്ചെന്റെ ഗ്യാസ് എപ്പോഴും ഓഫ് ആവും. അതുകൊണ്ട് ഞാൻ ഒരു ടൈൽസിന്റെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം, ടൈൽസ് അല്ല, ഇതൊരു ഷീറ്റ് പോലത്തെ സംഭവം ഞാൻ അടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു റൈസ് ഉണ്ടാക്കാം. എന്താ റൈസൊക്കെ തിളച്ചു വെന്തു. ബസ്മതി റൈസ്, കുറച്ച് ബസ്മതി റൈസ്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം 150 ഗ്രാം റൈസാണ് ഞാൻ എടുത്തത് കേട്ടോ. അത്രയും മതി. അത്രയും റൈസും പിന്നെ കുറച്ച് ബ്രക്കോളി ഞാൻ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ചിക്കൻ, ബോൺലെസ് ഓർ ബോൺ ഉള്ള ചിക്കൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കുനുകുനാക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഈസി. ബ്രക്കോളിയും അതുപോലെ തന്നെ ബട്ടറിലിട്ടൊന്ന് ജസ്റ്റ് സോൾട്ട് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. റൈസ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ്, സവാള ആവശ്യത്തിന് എടുത്ത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കറി വേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികളും കഴിക്കും, നമ്മളും കഴിക്കാം, നമുക്കുണ്ടാക്കാം. കമോൺ. ഹായ്. അപ്പം അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മസാലകളൊക്കെ വളരെ കുറവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്ര മാത്രം ഇട്ടും മാരിനേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് പൊരിക്കാം, പക്ഷെ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. കാറ്റാണ്, ചൂടാകട്ടെ. നല്ല തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണേ, ഇച്ചിരി മതി. ഓക്കെ. എന്നിട്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം തണുത്തെടുത്താൽ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിക്കാൻ വേണ്ടി വെച്ച ചിക്കൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. കൊള്ളാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ പ്രത്യേക കാര്യം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യരുത്. ലാസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ഒന്നും കാണില്ല. എന്നാൽ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പ്രോൺസ് എല്ലാം പുരട്ടിയിട്ട് പൊരിച്ചു തുടങ്ങി. ഞാൻ ഓരോ പ്രാവശ്യവും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി ലാസ്റ്റ് പ്രോൺസ് ഒന്നും അതിലില്ലായിരുന്നു. അവസാനം ബിരിയാണിയിൽ ഉള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രോൺസ് ഇല്ല. നമ്മൾ വയറുവേദന എടുത്ത് കിടന്നു. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുള്ളൂ. പറഞ്ഞേ ഉള്ളൂ, നിങ്ങളിഷ്ടം. ഞാൻ ചെയ്യാറുണ്ട്. കൊള്ളാം. അപ്പോൾ ചിക്കൻ റെഡിയായി. നമ്മൾ സവാളയും ക്യാരറ്റൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സോട്ട് ചെയ്ത് ബ്രക്കോളിയും കൊണ്ടുവന്ന് എടുക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ ഒരു പാനിൽ തന്നെ ആ ഒരു എണ്ണയുടെ കൂടെ നമുക്ക് കുറച്ച് ബ്രക്കോളി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന്
ബോയിൽ ചെയ്തെടുത്താണ്. ഓൾറെഡി ഇത് കുറച്ച് ഇതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതിയേ. ഇത് തീ കൂട്ടി തന്നെ നമുക്കൊന്ന് ജസ്റ്റ് എല്ലാ സൈഡൊന്ന് മൊരിച്ചെടുക്കാം. തീ കൂട്ടിയെടുക്കണം, അല്ലെങ്കിൽ ബ്രക്കോളിയൊക്കെ അങ്ങ് വെന്ത് പോകും. കുറച്ചൊരു കിരികിരാന്നൊക്കെ ഒന്നിരുന്നാലല്ലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ബ്രൊക്കോളിയൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് റെഡിയാക്കാം. വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. ഇത് സോൾട്ടഡ് ബട്ടർ ആണ്. സവാള, ക്യാരറ്റ്, പച്ചമുളക് ആഡ് ചെയ്യാം. വരുത്താം. ആവശ്യത്തിന് ഉപ്പിട്ട് വെക്കണം. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റുന്ന പോലെ ഭയങ്കര ഓവറായിട്ടൊന്നും ഇത് വഴറ്റരുത് കേട്ടോ. ജസ്റ്റ് ഒരു മണം പോണം, അത്രേ ഉള്ളൂ. തീ കൂട്ടിയിട്ട് തന്നെ ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ റെഡിയായി ഇടുമ്പോൾ നമുക്ക് ഒരു 5 മുട്ട, ഞാൻ 5 എടുത്തിട്ടുള്ളത്, നമ്മളിതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെച്ചിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. തീ കുറച്ചിട്ടിട്ടില്ല, ഞാൻ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഹായ് കളർഫുൾ. ഇതിങ്ങനെ ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആൻഡ് ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത മണം. നല്ല മണമുണ്ട്. നമ്മളിങ്ങനെ ആഡ് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഇപ്പം എല്ലായിടത്തുമായി എല്ലാ സെറ്റപ്പായി. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരി റൈസ് ആഡ് ചെയ്യേണ്ടത്. അതും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അരി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കുക. എല്ലാ സൈഡും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ.
കുറച്ച് പെപ്പർ, കുറച്ച് അധികം അങ്ങോട്ട് ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല. ഇത് വീണ്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ്. അപ്പം നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ് റെഡിയായി. നല്ല മണമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ട് കുറച്ച് എടുത്തോളൂ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. കുറച്ച് സോസ് ടേസ്റ്റ് കോള്. അപ്പം എന്തായാലും നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തി. കുഴപ്പമില്ല, കുറച്ചെണ്ണയിലും എടുത്തോളൂ. ഹെൽത്തിയാണ്. Bye. See you.